2008 മാലേഗാവ് സ്ഫോടന കേസിലെ മുഴുവൻ പ്രതികളെയും മുംബൈ പ്രത്യേക NIA കോടതി വെറുതെ വിട്ടു. ഒന്നിനും ഒരു തെളിവുമില്ലെന്ന് പറഞ്ഞാണ് BJP മുൻ MP പ്രഗ്യാ സിംഗ് ഠാക്കൂർ ഉൾപ്പെടെ 7 പ്രതികളെ കുറ്റവിമുക്തരാക്കിയത്. ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് ഇരകളുടെ കുടുംബം പറഞ്ഞു. BJP മുൻ MP പ്രഗ്യാ സിംഗ് ഠാക്കൂർ, സൈനിക ഇന്റലിജൻസ് ഉദ്യോഗസ്ഥനായിരുന്ന ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് പുരോഹിത്, റിട്ടയർഡ് മേജർ രമേഷ് ഉപാധ്യായ്, അജയ് രഹീർഗർ, സുധാകർ ദ്വിവേദി, സുധാകർ ചതുർവേദി, സമീർ കുൽക്കർണി എന്നിവരെയാണ് കോടതി വെറുതെ വിട്ടത്. പ്രതികൾക്കെതിരെ തെളിവില്ലെന്നും ബോംബ് നിർമ്മിച്ചത് ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് പുരോഹിതാണെന്ന് തെളിവില്ലെന്നും കോടതി പറഞ്ഞു. പുരോഹിതിന്റെ വിരലടയാളം ഒരിടത്തുമില്ലെന്നും ഗൂഢാലോചനയ്ക്കും യോഗം ചേർന്നതിനും തെളിവില്ലെന്നും കോടതി പറഞ്ഞു. പ്രഗ്യാ സിംഗ് ഠാക്കൂറിനെതിരെയും തെളിവില്ല. പ്രതികൾക്കെതിരെ UAPA ചുമത്താനാകില്ലെന്നും കോടതി പറഞ്ഞു. കുറ്റം തെളിയിക്കാൻ അന്വേഷണ ഏജൻസി പൂർണ്ണമായും പരാജയപ്പെട്ടെന്ന് കോടതി വിലയിരുത്തി. UAPA, ആയുധ നിയമം തുടങ്ങിയ നിയമങ്ങളിൽ നിന്നെല്ലാം പ്രതികളെ കുറ്റവിമുക്തരാക്കി. കൂടാതെ സുധാകർ ചതുർവേദിയുടെ വീട്ടിൽ സ്ഫോടക വസ്തുക്കൾ വെച്ചതിൽ അന്വേഷണം നടത്തണമെന്ന് ATSനോട് കോടതി ആവശ്യപ്പെട്ടു. കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും നഷ്ടപരിഹാരം നൽകാനും കോടതി നിർദ്ദേശിച്ചു. 2008 സെപ്റ്റംബർ 29-നാണ് വടക്കൻ മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ മലേഗാവിലെ ഒരു പള്ളിക്ക് സമീപം മോട്ടോർ സൈക്കിളിൽ കെട്ടിയിട്ടിരുന്ന സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് 6 പേർ മരിക്കുകയും 100-ലേറെ പേർക്ക് പരിക്കേൽക്കുകയുമായിരുന്നു. വിധിക്കെതിരെ സർക്കാർ അപ്പീൽ നൽകുമോയെന്ന് AIMIM അധ്യക്ഷൻ അസദുദ്ദീൻ ഉവൈസി ചോദിച്ചു. മീഡിയ 1, ഡൽഹി.